ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിന്ന് ഓണം സ്പെഷ്യലായിട്ടൊരു പാലട പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓണസദ്യ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പായസം കൂടിയേ തീരൂ. അതുകൊണ്ട് സദ്യയുടെ സ്പെഷ്യലായിട്ടുള്ള പിങ്ക് പാലട പ്രഥമൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പായസം തനതായ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ ഒരുപാട് റെസിപ്പീസ് ഷുഗർ കാരമലൈസ് ചെയ്തിട്ടൊക്കെ പാലട പ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് ഈ ഒരു പാലടയ്ക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു ടേസ്റ്റ് മൊത്തം മാറുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നോർമൽ രീതിയിൽ തന്നെയാണ് ഈ ഒരു പാലട തയ്യാറാക്കുന്നത്. പക്ഷേ ആ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ പായസം തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ അടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റെഡിമെയ്ഡ് മിക്സൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഞാനിപ്പോൾ നോർമലായിട്ടുള്ള സാധാരണ പ്ലെയിൻ അടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് വെള്ളം വാർത്തെടുക്കണം. അപ്പോൾ അട ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ ഒരല്പം വെള്ളം ചൂടാക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയാൽ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ അട ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ആ ഒരു വിസിൽ ഊരി വെച്ചൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആ ഒരു അടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റിലധികം നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വേവൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതൊരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പാലിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ആകെ വെന്ത് ഉടഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് വേവിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതൊരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് വെള്ളം വാർത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അട നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇനി ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ നന്നായി മെൽറ്റായി വരട്ടെ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് അടുക്കി പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ബട്ടർ ഇപ്പോൾ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അട ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പാലൊന്ന് തിളച്ച് തുടങ്ങട്ടെ. അപ്പോൾ ഈ ഒരു പാല് തിളച്ച് തുടങ്ങുന്ന സമയത്തായിട്ട് ഇതിലോട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ നോർമലി പാല് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് പകുതിയായിട്ട് വറ്റിച്ചെടുക്കില്ല, ആ ഒരു പാല് തന്നെയാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതൊരു 2.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നോർമലി ഒരു പിങ്ക് ഷെയ്ഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു 2.5 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിന് താഴെയായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ചിലർ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാറുണ്ട്, ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ആ ഒരു ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പൊതുവേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു പാൽ തന്നെ മതിയാവും ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട്. അഡീഷണലായിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് നമ്മൾ മറ്റു പണിക്കൊന്നും പോകരുത്, ഇത് അടുക്കി പിടിച്ച് പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പായസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കരുത്, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ തിളപ്പിച്ചെടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള അട ഓൾറെഡി കുക്ക്ഡ് ആണ്. അതുപോലെ ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല കട്ടിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള ആ ഒരു കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ചിലർക്ക് കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ് ഇഷ്ടമാവുക, ചിലർക്ക് കുറച്ച് ലൂസായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരല്പം കട്ടിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നല്ല പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഒട്ടും സമയമെടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട പായസം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി ഷുഗറൊന്നും കാരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വൈകാതെ കാണാം. അതുവരേക്കും ബൈ.